കാസർഗോഡുകാരുടെ സ്പെഷ്യൽ റെസിപ്പി മസാല ചക്ലി നമുക്കിവിടെ തിരുവല്ലയിലും ഒന്നുണ്ടാക്കി നോക്കാം. പോകാം വീഡിയോയിലേക്ക്. കുരു കളഞ്ഞിട്ടുള്ള ഒരു 8 ഈന്തപ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്പം മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇടുക, നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഇടുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിടുന്നതാണ്. അതും ഞാൻ ആവശ്യത്തിന് ഇടുന്നുള്ളൂ. നിങ്ങളുടെ ഈന്തപ്പഴത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ഉപ്പിടുക. ഇനി നമ്മൾ ഇടേണ്ടത് വിനാഗിരിയാണ് ഒഴിക്കേണ്ടത്. 1 സ്പൂൺ വിനാഗിരി, ഒരല്പം നാരങ്ങ നീര്. ഇനി അല്പം നമുക്കിതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇത് മുറുക്ക് വെച്ചാണ് ചെയ്യേണ്ടത്. മുറുക്ക് കിട്ടിയില്ല, അതിന് പകരം മുറുക്ക് പോലത്തെ മറ്റൊരു ചിപ്സ് വെച്ച് നമുക്കിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ പേസ്റ്റ് ചേർക്കാം. നമ്മൾ മുമ്പ് ഈന്തപ്പഴം എല്ലാം കൂടെ വെച്ച് അരച്ചില്ലേ, ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പേസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരം, ഉപ്പ്, എരിവ്, പുളി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബാലൻസ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണ്. സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ആ ചിപ്സിൻ്റെ ആ ഒരു കറുമുറം കൂടെ കടിക്കുമ്പോൾ നല്ല കിടു സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. എന്തായാലും ഇത് നമുക്കൊന്ന് അപ്പൂനെടുത്ത് കൊടുത്ത് നോക്കാം, ഇഷ്ടപ്പെടുമല്ലോ എന്ന് നോക്കാം. എന്നാ നമ്മുടെ മസാല ചക്ലി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല